ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നെയിം ബീഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടുമ്പോൾ അതിൽ നമ്മൾ വിചാരിച്ച അക്ഷരങ്ങളൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ അക്ഷരങ്ങളും ഓരോ പാക്കറ്റ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അതായത് എ വേണ്ടവർക്ക് എ മാത്രമായിട്ടും അങ്ങനെ ഓരോ ലെറ്റേഴ്സ് മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും അതല്ല എല്ലാം കൂടെയാണ് വേണ്ടവർക്കെങ്കിൽ അങ്ങനെയായിട്ട് നമ്മൾ പാക്കറ്റിന് 10 രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പാക്കറ്റിൽ എന്തായാലും 20 അത്ര ഉണ്ടാവും. ചുരുങ്ങിയതൊരു 20 പീസെങ്കിലും ഉണ്ടാവും ഒരു പാക്കറ്റിൽ. അതിന് റേറ്റ് വരുന്നത് 10 രൂപ പാക്കറ്റിന് വരുന്നത്. അപ്പോൾ ആവശ്യക്കാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എളുപ്പമൊന്നുമല്ല നമുക്കിതിങ്ങനെ ഇതിൽ നിന്ന് ഓരോ അക്ഷരങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത്രയും അക്ഷരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ അക്ഷരങ്ങളും കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴാണ് അത് അറിയുള്ളൂ. എന്നാലും വേണ്ടില്ല, ഒരുപാട് പേരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കും 10 രൂപക്ക് എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് അതും ഞാൻ പറയണത്. ഒരു പാക്കറ്റിൽ എന്തായാലും ഒരു 20 പീസെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ 20ലും കൂടാനും സാധ്യതയില്ല. ചിലപ്പോൾ 1-2 പീസൊക്കെ ഒന്ന് കുറയും. എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് പറയാൻ തന്നെ കാരണം ഇനി അതും ചോദിക്കും ചിലവിൽ എത്ര പീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് 20 പീസെങ്കിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഇതിൽ നിന്നൊക്കെ ഓരോ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഒരുവിധമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇത് കുട്ടികളൊക്കെ നല്ല സ്കൂൾ വിട്ട് വന്നപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞപ്പോൾ അവരുള്ളത് കൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട് വെച്ചെന്ന്. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതൊരു എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്.